പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 7 പേജ് നമ്പർ 156 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലെങ്സ് ക്യാൻ ബി സൈഡ് ലെങ്സ് ഓഫ് എ ട്രയാങ്കിൾ? നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ലെങ്തുകളാണ് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത്സ് ആയിട്ട് വരിക? എക്സ്പ്ലെയിൻ യുവർ ആൻസേഴ്സ്. നോട്ട് ദാറ്റ് ഫോർ ഈച്ച് സൈഡ് ദ 3 ലെങ്ത്സ് ഹാവ് ദ സെയിം യൂണിറ്റ് ഓഫ് മെഷേഴ്സ്. ഈ 3 ലെങ്തുകൾക്കും സെയിം യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ആണുള്ളത്. അതായത് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2, 4, 6, 7 സൈഡ് ലെങ്സുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്സ് ആണോ എന്ന് ഈ ലെങ്തുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക? നമുക്ക് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഈച്ച് ലെങ്ത് ലെസ് ദാൻ സം ഓഫ് ദി അതർ 2 ലെങ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അല്ലേ? അതായത് ഡയറക്റ്റ് പാത്ത് എപ്പോഴും റൗണ്ട് അബൌട്ട് പാത്തുകളെക്കാട്ടിൽ ഷോർട്ടർ ആണെങ്കിൽ, ഓരോ ഡയറക്റ്റ് പാത്തുകളും അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അപ്പോൾ അത് എന്തിന് സെയിം ആണ്? ഈച്ച് ലെങ്ത് ലെസ് ദാൻ സം ഓഫ് ദി അതർ 2 ലെങ്സിന് സെയിം ആണ്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഓരോന്നും ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എയിൽ 2 to 5 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? 2 നമ്മൾ ഡയറക്റ്റ് പാത്തായിട്ട് എടുക്കുന്നു. ബാക്കിയുള്ള മറ്റ് 2 ലെങ്തുകളുടെ സം 2 + 5 7. ഇത് 7 വരും, ഇത് 2 വരും. അപ്പോൾ 2 ഈസ് ലെസ് ദാൻ 2 + 5. ഇനി അടുത്ത ഒരെണ്ണം, ഇവിടെ രണ്ടും 2 ആയതുകൊണ്ട് വീണ്ടും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അടുത്തത് നമ്മൾ 5 എടുക്കുന്നു. 5 എടുക്കുമ്പോൾ അടുത്ത 2 സൈഡുകളുടെ സം. അപ്പോൾ 2 + 2. ഇവിടെ നോക്കിയാൽ 2 + 2 4 ആണ് വന്നത് അല്ലേ? അപ്പോൾ ഡയറക്റ്റ് പാത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദ റൗണ്ട് അബൌട്ട് പാത്ത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് പാത്ത് എപ്പോഴും ഷോർട്ടായിട്ടിരുന്നാൽ മാത്രമേ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് പാത്ത് റൗണ്ട് അബൌട്ട് പാത്തുകളെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വന്നു അല്ലേ? അതായത് ഈ ലെങ്ത് സം ഓഫ് ദി അതർ 2 ലെങ്സിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വന്നു. ഇങ്ങനെ വന്നാൽ എന്താവത്തില്ല? ഇത് ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്തുകളാകത്തില്ല. അതുകൊണ്ട് എന്ത് പറയാം? സോ 2 to 5 cannot be the side lengths of a triangle. ഇനി അടുത്തത് ബി എടുക്കുകയാണെങ്കിൽ 3, 4, 6. അപ്പോൾ 3 എന്ത് വരും? 4 + 6-നെക്കാട്ടിൽ ഷോർട്ടറാണ്. 4 + 6 10 ആണ് അല്ലേ? അപ്പോൾ 3 ഈസ് ലെസ് ദാൻ 4 + 6. ഇനി നമ്മൾ 4 എടുക്കുകയാണെങ്കിലോ, അടുത്തത് 4 എടുക്കുകയാണെങ്കിൽ 3 + 6 ഈസ് 9. അപ്പോൾ 4 ലെസ് ദാൻ ആണ്. അടുത്തത് 6 എടുക്കുകയാണെങ്കിൽ 3 + 4 7. 7-നെക്കാട്ടിൽ ലെസ് ആണ്. അപ്പം 3 ഡയറക്റ്റ് പാത്തുകളും റൗണ്ട് അബൌട്ട് പാത്തിനെക്കാട്ടിൽ ഷോർട്ടറായിട്ടാണ് വന്നത്. അതുകൊണ്ട് എന്ത് നമുക്ക് പറയാം? 3, 4, 6 ക്യാൻ ബി സൈഡ് ലെങ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം. ഇത് എന്താണ്? ട്രയാങ്കിൾസിൻ്റെ സൈഡ് ലെങ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ സ്റ്റെപ്പ് ഇവിടെ എഴുതണം കേട്ടോ. എന്താണ്? 3, 4, 6 can be side lengths of a triangle. ഇങ്ങനെയൊരു സ്റ്റെപ്പ് ഓരോ ആൻസറിൻ്റെയും താഴെ നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി അടുത്തത് സി എടുക്കുകയാണെങ്കിൽ 2, 4, 8. 2, 4, 8 എടുക്കുമ്പോൾ 2 എന്ന് പറയുന്നത് 4 + 8 12-നെക്കാട്ടിൽ ലെസ് ആണ്. അടുത്തത് നമ്മൾ 4 എടുക്കുകയാണെങ്കിൽ മറ്റ് 2 സൈഡുകളെ 2 + 8 ദാറ്റ് ഈസ് 10. അപ്പോൾ 4 ഈസ് ലെസ് ദാൻ 2 + 8. അടുത്തത് 8 എടുക്കുകയാണെങ്കിൽ മറ്റ് 2 സൈഡുകളായ 2 + 4 ദാറ്റ് ഈസ് 6. ഇവിടെ 8 ഈസ് ഗ്രേറ്റർ ദാൻ 2 + 6. ഇത് രണ്ടും ഷോർട്ടറാണ്. പക്ഷേ ഇവിടെ വന്നപ്പം 8 എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലേ? 2 + 4-നെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇതെന്താവത്തില്ല? ട്രയാങ്കിളുടെ സൈഡ് ലെങ്സ് ആവത്തില്ല. അപ്പം 2, 4, 8 cannot be the side lengths of the triangle. അങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ. ഇനി അടുത്തത് 5, 5, 8. 5, 5, 8 എടുക്കുമ്പോഴോ 5 എടുത്തു കഴിഞ്ഞാൽ 5
മറ്റ് രണ്ട് സൈഡുകളായ 5 + 8 ഈസ് 13. അപ്പോൾ 5 ഈസ് ലെസ് ദാൻ 5 + 8. അടുത്തത് വീണ്ടും 5 ആയതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല. അടുത്ത 8 എടുത്താൽ 5 + 5 10. അപ്പോൾ 8 ഈസ് ലെസ് ദാൻ 10. ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്? 2ഉം 3ഉം ഷോർട്ടറായിട്ട് തന്നെ വരും. അതുകൊണ്ട് എന്ത് പറയാം? 5, 5, 8 ക്യാൻ ബി ദ സൈഡ് ലെങ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ഇ എടുക്കുമ്പോൾ 10, 20, 25. അപ്പോൾ 10 എടുത്തു കഴിഞ്ഞാൽ 20 + 25 ഈസ് 45. അപ്പോൾ 10 ഈസ് ലെസ് ദാൻ 45. അടുത്തത് 20 എടുത്താൽ അടുത്ത രണ്ട് സൈഡുകൾ 10ഉം 25ഉം. അപ്പോൾ 10 + 25 that is 35. 20 is less than 35. അടുത്തത് 25 എടുത്താൽ 10 + 20 that is 30. അപ്പോൾ 25 is less than 30. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? 10, 20, 25 ക്യാൻ ബി ദ സൈഡ് ലെങ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് എഫ് 10, 20, 35 വരും അല്ലേ? അപ്പോൾ അതെങ്ങനെ വരും? 10 എടുത്തു കഴിഞ്ഞാൽ 20 + 35 that is 55. 10 is less than 55. ഇനി നമ്മൾ 20 ഡയറക്റ്റ് പാത്തായിട്ട് എടുക്കുന്നു. അപ്പോൾ 10 + 35 that is 45. അപ്പോൾ 20 എന്ന് പറയുന്നത് 45നേക്കാട്ടിൽ ലെസ് ആണ്. അടുത്ത 35 എടുത്താൽ മറ്റ് രണ്ട് സൈഡുകളായ 20ഉം 10ഉം that is 30. അപ്പോൾ 35 is greater than 30 അല്ലേ? അപ്പോൾ ഇവിടെ ഈ തേർഡ് വൺ വന്നപ്പോൾ തിരിഞ്ഞു വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 10, 20, 35 cannot be the side lengths of a triangle. ഇത് സൈഡ് ലെങ്ത് ആവത്തില്ല. അപ്പോൾ സൈഡ് ലെങ്ത് ആയത് ഏതൊക്കെയാണ്? 3, 4, 6 ആയി. പിന്നെ അടുത്ത ഏതായത്? ഇതായിട്ടില്ല, ഇതായി അല്ലേ? 5, 5, 8 ആയി. ഇതായിട്ടില്ല. ഇനി നമുക്ക് ഇതും കൂടെ നോക്കണം. 24, 26, 28 അല്ലേ? അപ്പോൾ 24 എടുത്തു കഴിഞ്ഞാൽ 26 + 28 അല്ലേ? ഇത് രണ്ടും കൂടെ ഇതിനേക്കാൾ 24 ഈസ് ലെസ് ദാൻ 26 + 28. ഇനി 26 എടുത്താലോ 24 + 28 വരും. അപ്പോഴും 26 ലെസ് ആയിട്ട് വരും. ഇനി 28 എടുത്താലോ 24 + 26 which is 28 is less than 24 + 26. അതുകൊണ്ട് എന്ത് പറയാം? ദിസ് ക്യാൻ ബി ദ സൈഡ് ലെങ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഇത് 4 എണ്ണമാണ് ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കിയാൽ വി ഒബ്സർവ് ഫ്രം ദ പ്രീവിയസ് പ്രോബ്ലംസ് ദാറ്റ് വെൻ എവർ ദർ ഈസ് എ സെറ്റ് ഓഫ് ലെങ്ത് സാറ്റിസ്ഫൈങ് ദ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഈച്ച് ലെങ്ത് ലെസ് ദാൻ സം ഓഫ് ദി അതർ ടു ലെങ്സ് there is a triangle with those 3 lengths as side lengths. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് ആകുന്നത് എപ്പോഴാണ്? ഓരോ ലെങ്തുകളും സം ഓഫ് ദി അതർ 2 ലെങ്സിനെ കാട്ടിൽ ലെസ് ആവുമ്പോഴാണ്. മനസ്സിലായല്ലോ? ഇതാണ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പുകൾ എഴുതുമ്പോൾ ഞാൻ ഈ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും എഴുതിയതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് സെൻറ്റൻസിൽ ഇതേപോലെ നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഇവിടെ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പും കൂടെ എഴുതുക കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 156 ഫിഗർ ഇറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി ബാക്കി പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.